ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MTS 001 മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. ആൻഡ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോ എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, അത് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രം വെച്ചായിരിക്കും നമ്മൾ ഇക്വേഷൻസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. അപ്പൊ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോ എങ്ങനെയാ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇക്വേഷൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഡോ വെച്ചാണ്. ഡോ ബൈ ഡോ ടി അല്ലെങ്കിൽ ഡോ ബൈ ഡോ എക്സ് എന്നാണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ എങ്ങനെയാ, ഡി ബൈ ഡി എക്സ് ഡി ബൈ ഡി ടി എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 1 വേരിയബിൾ ആയിരിക്കും. ഓർഡിനറി ആകുമ്പോൾ ഒറ്റ വേരിയബിൾ മാത്രമായിരിക്കും ഉള്ളത്. ഇനി ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഫിസിക്സിലെ ഒരുപാട് ഫിനോമിനാസിനെ മോഡൽ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പ്രൊപ്പഗേഷൻ ഓഫ് വേവിനെ ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡൽ ചെയ്യുന്ന ഇക്വേഷൻ ആണ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വേവ് ഇക്വേഷൻ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതേപോലെ ഹീറ്റ് ഇക്വേഷൻ, അത് ഹീറ്റ് കണ്ടക്ഷൻ ഉള്ളതാണ്, അതും എന്താണ്, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതേപോലെ ഡിഫ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വേരിയസ് സിസ്റ്റം, ഇതെല്ലാം ഇങ്ങനത്തെ ഇക്വേഷൻസ് എല്ലാം എന്താണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. മിക്കവാറും അത് എക്സിനെയും ടിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഒരു മാത്സ് എന്ന് പറയാം, മാത്തമാറ്റിക്സിന്റെ അകത്ത് വരുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ എന്താണെന്ന് പഠിക്കും. രണ്ടാമത് ചെയ്യുന്നത് ലാപ്ലാസ് ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമ്മൾ നോക്കും. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യും. ദെൻ സോൾവിങ് ലാപ്ലാസ് ഇക്വേഷൻ. ഈ ലാപ്ലാസ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത് നമ്മൾ 3 രീതിയിൽ ചെയ്യും, അല്ലെങ്കിൽ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യും. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ഈ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും എങ്ങനെയാണ് ലാപ്ലാസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളിപ്പോൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണെന്ന് നോക്കും. ദെൻ ലാപ്ലാസ് ഇക്വേഷന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലേണിംഗ് ഔട്ട്കംസ്, എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കംസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്താ, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റാം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കൺവേർഷൻ അറിയാം. നമ്മൾ UG ക്ലാസ്സസിൽ പഠിച്ചതാണ്, മാത്സിൽ പഠിച്ചതാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്തിനാണ്, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ സിമ്പിൾ, പിന്നെ ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്നത് സിമ്പിൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ജനറൽ സൊല്യൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ ലാസ്റ്റ് ചെയ്യുന്നത് ലാപ്ലാസ് ഇക്വേഷൻസിനെ കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കും. ഈ 3 കാര്യങ്ങളും ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് പല ഫിസിക്കൽ സിസ്റ്റത്തിനെയും ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റത്തിന്റെയും ബേസ് ആയിട്ട് നിൽക്കുന്നത് ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അങ്ങനത്തെ ഇക്വേഷൻസിന് ഞാൻ നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞു, എന്താ, വേവ് ഇക്വേഷൻ, ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ, ഇന്റഗ്രൽ ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ശരിക്കും 4 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. അതെല്ലാം എന്താണ്, ഈ ഒരു
പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺവേർട്ടിങ് ഇറ്റ് ടു എ സെറ്റ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിനു വേണ്ടിയുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മളൊരു സ്ട്രിങ്ങിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വൈബ്രേഷൻ രണ്ട് എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ആ ഒരു സ്ട്രിങ്ങിന്റെ നമ്മൾ പ്ലക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനുണ്ടാവുന്ന വൈബ്രേഷൻ നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. അതിനെ നമുക്ക് വേവ് ഇക്വേഷൻ എന്ന് വിളിക്കാം. ആൻഡ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഡോ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഓഫ് ടി, എഫ് ഓഫ് എക്സ് കോമ ടി ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് എക്സ് കോമ ടി ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ ടീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണിത്, സ്ക്വയർ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു ആ ഒരു വൈബ്രേഷന്റെ ആ ഒരു ഫിഗർ ആണ് ഇപ്പറ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അറ്റ് എനി ഇൻസ്റ്റന്റ് ടി. ഇതിനകത്ത് വി എന്ന് പറയുന്നത് വേവ് വെലോസിറ്റി. കാരണം എന്താണ്, വേവ് വെലോസിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് ആ ഒരു സ്ട്രിങ്ങിന് എലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് സ്ട്രിങ് നമ്മൾ എക്സ് ആക്സിസിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ആണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ലീനിയർ ആണ്. ആൻഡ് കാരണം എന്താണ്, അതിനകത്ത് എഫിന്റെ പവറോ പ്രൊഡക്റ്റ് ഓഫ് എഫോ ആൻഡ് അതിന്റെ ഡെറിവേറ്റീവോ ഒന്നുമില്ല. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നത് പോലെ കൺസിഡർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. അതിനർത്ഥം എന്താന്ന് വെച്ചാല് അൺനോൺ ഫംഗ്ഷൻ ആയ എഫിന്റെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിൽ മാത്രമായിരിക്കും. അതായത് അതർ വേരിയബിളിൽ, അതായത് എക്സിൽ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സിനെ മാത്രം, അല്ലെങ്കിൽ ടി ഓഫ് ടിനെ മാത്രം. ഇത് തമ്മിൽ ഡിപ്പെൻഡൻസ് ഇല്ല. ഓക്കെ, ഫംഗ്ഷൻ എക്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടി ആൻഡ് ഫംഗ്ഷൻ ടി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എക്സ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ എക്സ് കോമ ടി എക്സ് സൈൻ ഒമേഗ ടി ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി സെപ്പറബിൾ ആണ്. അതായത് ഒരെണ്ണം എക്സ് മാത്രമാണ്, മറ്റേത് ടി ലെസ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ടേം മാത്രമാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. ഇനിയും എക്സ് പ്ലസ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻസെപ്പറബിൾ ആണ്. ഇത് തമ്മിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതിനെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ എഴുതുന്നത്. അങ്ങനെ എഴുതിയാൽ മാത്രമേ ഉള്ളൂ രണ്ടും സെപ്പറബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരത്തുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ് ട്വൈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഫ് ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഓഫ് എക്സ് ടി ഓഫ് ടി. അതിനെ നമ്മൾ ഫസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് ഇൻറ്റു ടി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയതിനെ നമ്മൾ ട്വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു ടി. അതായത് എക്സ് ഡാഷ് ഡിനോട്ട് ചെയ്യുന്ന എന്താ, എക്സിന്റെ ഡെറിവേറ്റീവ്. ടി അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എഴുതുന്നത്. ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ടി. അപ്പൊ ടി എന്ന് പറയുന്നതിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡോട്ട്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഇവിടെ നമ്മൾ പ്രൈംസും ഡോട്ട്സും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ട്സും പ്രൈംസും ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്ത ഇക്വേഷൻ, അതായത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത സ്ട്രിങ്ങിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് കോമ ടി ഇസ് ഇക്വൽ ടു
ഡോ സ്ക്വയർ എഫ് ഓഫ് എക്സ് കോമ ടി ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ is equal to v square into dou square f of x comma t divided by dou x square. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എഴുതിയ, അതായത് ഈ ഒരു ഡോ എഫ് ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് എഴുതിയാൽ, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് എഴുതിയതിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡാഷ് ടി എന്നും എക്സ് ഡബിൾ ഡാഷ് ടി എന്നും വരും. ഇതേ സെയിം സാധനം നമുക്ക് ടി വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? ഡോ എഫ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, ടി ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കും. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് കോൺസ്റ്റന്റ് തന്നെ, ടീന് 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കും. അപ്പൊ ഇതാണ് ഡോട്ട്സ് ആൻഡ് ദിസ് ഇസ് പ്രൈം. ഈ എക്സിന്റെ കൂടെ എഴുതിയിരിക്കുന്നതാണ് പ്രൈം, ഇത് ഡോട്ട്. പ്രൈമും ഡോട്ടും ആണ് നമ്മൾ ഇവിടെ ഡിഫറൻസിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷന് ഇനിയും ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഇതല്ലേ, ഡോ സ്ക്വയർ എഫ് ഓഫ് എക്സ് കോമ ടി ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ഓഫ് എക്സ് കോമ ടി ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് എഫിനെ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്തപ്പോൾ നമ്മൾ ഇപ്പറേ എഴുതി എന്താണ്, ഡബിൾ ഡാഷ് എക്സ് ഇൻറ്റു ടി 2 ഡോട്ട്സ്. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇൻറ്റു ടി 2 ഡോട്ട്സ്, അതായത് ഡോ സ്ക്വയർ ടി ബൈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ ആണിത്, ഈസ് ഈക്വൽ ടു വി സ്ക്വയർ അതേപോലെ തന്നെ എഴുതി. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാ, എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ടി. ദെൻ അതിനെ ആസ് എ ഫംഗ്ഷൻ എഴുതുമ്പോൾ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. ഈ ഒരു സാധനം എന്ന് പറയുന്നത് 2 ടൈംസ് ഡെറിവേറ്റീവ് എടുത്തതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. ഈ ഇക്വേഷനെ ടോട്ടലി വി സ്ക്വയർ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി വെച്ച് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ വരും? ഇവിടെ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി is equal to v square x double dash of x into t of t divided by v square x of x into t of t. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എക്സ് ഓഫ് എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ പോയിട്ട് ടി ഡോട്ട് ടി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇൻറ്റു ടി ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ വരുമ്പോൾ വി സ്ക്വയർ ക്യാൻസൽ ആയി പോകും, ടി ഓഫ് ടി ക്യാൻസൽ ചെയ്ത് പോകും, എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ്. ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നിരിക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് മാത്രമാണ്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് മാത്രമാണ്. ഈ വി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ടീനെ വേരി ചെയ്യുവാണ് എക്സിനെ ഫിക്സഡ് ആക്കിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിന് ചേഞ്ച് വരത്തില്ല, കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും, എക്സിന്റെ ഫംഗ്ഷന് മാത്രമാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടീനെ വേരി ചെയ്താൽ, എക്സിനെ ഫിക്സഡ് ആക്കിക്കൊണ്ട് ടീനെ വേരി ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അതായത് ടി ഡബിൾ ഡാഷ് ബൈ വി സ്ക്വയർ ഓഫ് ടി ഓഫ് ടി എന്ന് പറയുന്നത് മസ്റ്റ് റിമൈൻ ഫോർ ഓൾ ടി, റിമൈൻ കോൺസ്റ്റന്റ് ഫോർ ഓൾ ടി. ഇനി എക്സിനെ വേരി ചെയ്യുവാണ് ടീനെ ഫിക്സഡ് ആക്കിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പോൾ 2 സൈഡും ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ നമുക്ക് എഴുതാം. ഇത് അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷനെ ടി ഓഫ് ടി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ടി ഓഫ് ടി ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് നമ്മളൊരു കോൺസ്റ്റന്റിലേക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ് കെ. ആർ എച്ച് എസ് നമുക്ക് എഴുതാം ആർ എച്ച് എസ്. വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്താൽ ഡെറിവേറ്റീവ് എന്താണ്, ടി ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. എൽ എച്ച് എസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇസ് ഈക്വൽ ടു 0. കാരണം എന്താണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ഓർ എക്സ് ഈസ് 0. കെയുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടി 0 ആയതുകൊണ്ട് തന്നെ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈ ഒരു കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ഈ ഒരു 2 സൈഡിനെയും ഒരു കോൺസ്റ്റന്റിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷന്റെ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ കീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു 2 ഇക്വേഷനെയും
രണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതായത് എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് കെ ഇൻറ്റു എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ടി ഡബിൾ ഡോട്ട് ഓഫ് ടി മൈനസ് കെ ഇൻറ്റു വി സ്ക്വയർ ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു 0. അപ്പൊ രണ്ടായി, രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ആൻഡ് ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ യു ജി ക്ലാസ്സസിൽ പഠിച്ചു വന്ന പോലെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അറിയാൻ മേലാത്ത ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷനെ നമ്മൾ അൺനോൺ ഫംഗ്ഷൻ ആണ്, അതിനകത്ത് രണ്ട് വേരിയബിൾസോ അതിലോ കൂടുതൽ വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും ഫംഗ്ഷൻസ് ആയിട്ട് എഴുതണം. ഇതിനെ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റണം. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റണം. ദെൻ രണ്ടിനേക്കാളും കൂടുതലാണെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എണ്ണം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് സാധാരണ പല മെത്തേഡ്സ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിച്ചു വരുന്നതാണ്. ഓക്കെ, ദെൻ ഇതിന്റെ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാസ്റ്റ് വരുന്നത് ഒരു ജനറൽ സൊല്യൂഷൻ ആണ്. ആൻഡ് ആ ഒരു ജനറൽ സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ എഴുതുക. ദെൻ ആ ഓരോ ഫംഗ്ഷൻസിനെയും ഓരോ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ദെൻ ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ സാധാരണ പോലെ കണ്ടുപിടിക്കുക. അത് എങ്ങനെയാ, നമ്മൾ യു ജി ക്ലാസ്സസിൽ ചെയ്തതുപോലെ, അതായത് കോൺസ്റ്റൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ കിട്ടുമല്ലോ. ആ ഒരു സൊല്യൂഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാപ്ലാസ് ഇക്വേഷൻ സോൾവിംഗ് ലാപ്ലാസ് ഇക്വേഷൻ. ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സിനകത്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ലാപ്ലാസ് ഇക്വേഷൻസ് സ്റ്റഡി സ്റ്റേറ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് സിറ്റുവേഷൻസ് ഓഫ് ഇക്വിലിബ്രിയത്തെയാണ് ലാപ്ലാസ് ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് ലാപ്ലാസ് ഇക്വേഷൻസ് എങ്ങനെ മൂന്ന് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സോൾവ് ചെയ്യാമെന്ന്. കാർട്ടീഷ്യൻ കോർഡിനേറ്റിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലും സ്ഫെറിക്കൽ കോർഡിനേറ്റിലും. അതിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോ 3 ഡയമെൻഷണൽ ലാപ്ലാസ് ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഇതിനകത്ത് ഡോ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ നമ്മൾ കാർട്ടീഷ്യൻ ആണെങ്കിൽ എക്സും വൈയും ഇസഡ് യൂസ് ചെയ്യും. ഓക്കെ, സിലിണ്ടറിക്കൽ ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യും, ആറും തീറ്റയും റോയും ഫൈയും ഇസഡും യൂസ് ചെയ്യും. റോയും ഫൈയും ഇസഡും യൂസ് ചെയ്യും സിലിണ്ടറിക്കൽ ആണെങ്കിൽ. സ്ഫെറിക്കൽ ആണെങ്കിൽ 6 തീറ്റ ഫൈ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റില് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ലാപ്ലാസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ലാപ്ലാസ് ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ആണ് ഡെൽ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വരുമ്പോൾ ഡെല്ല് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ ബൈ ഡോ ബൈ ഡോ ഇസഡ് ആണല്ലോ. ഡെൽ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇനി ഈ ഒരു ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വെച്ച് ഇതിനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ ഇതിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ 3 ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് വൈ ഓഫ് വൈ ഇസഡ് ഓഫ് ഇസഡ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ എക്സ് വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഡാഷ് വൈ ഇസഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് വൈ ഇസഡ്. കാരണം വൈയും ഇസഡും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് വൈ ചെയ്യുമ്പോൾ എക്സ് വൈ ഡാഷ് ഇസഡ് എക്സ് വൈ ഡബിൾ ഡാഷ് ഇസഡ് ഇസഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ഇസഡ് ഡാഷ് എക്സ് വൈ ഇസഡ് ഡബിൾ ഡാഷ്. ഈ മൂന്നിനെ നമ്മൾ എക്സ് വൈ ഇസഡ് വെച്ച് ഓക്കെ ഇതിനെ നമ്മൾ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എഫ് ഓഫ് ഡെൽ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഇതിനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് വൈ ഇസഡ് പ്ലസ് എക്സ് വൈ ഡബിൾ ഡാഷ് ഇസഡ് പ്ലസ് എക്സ് വൈ ഇസഡ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഡിവൈഡിങ് ദ റിസൾട്ട് ബൈ എക്സ് വൈ ഇസഡ് എന്ത് വരും? ഡിവൈഡഡ് ബൈ എക്സ് വൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് വൈ ഇസഡും കൂടെ ക്യാൻസൽ ആയി പോകും. പ്ലസ് ബൈ എക്സ് പ്ലസ് ഇവിടെ എക്സും ഇസഡും ക്യാൻസൽ ആയി പോകും. വൈ ഡബിൾ ഡാഷ് ഡിവൈഡ് ബൈ വൈ പ്ലസ് ഇസഡ് ഡബിൾ ഡാഷ് ഡിവൈഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് എൽ എച്ച് എസിലുള്ള ഓരോ ഇക്വേഷൻസിനകത്തും 3 ഫങ്ഷൻസ് ഉണ്ടായിരിക്കും വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ സിംഗിൾ വേരിയബിൾ അല്ലെ. 3 ഫങ്ഷൻസ് ആണുള്ളത്. അത് 3 ഒറ്റ വേരിയബിളിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ് വൈ ഇസഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ സം ഓൺ എൽ എച്ച് എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഓരോ ടേമിനെയും ഒരു കോൺസ്റ്റന്റോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓരോ ടേമിനെയും ഓരോ കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എഴുതാം എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ മൈനസ് കെ വൺ സ്ക്വയർ എന്നാണ് എഴുതുന്നത്. ഇസ് ഈക്വൽ ടു 1/x ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ വൺ സ്ക്വയർ. അതേപോലെ തന്നെ y ഡബിൾ ഡാഷ് ഓഫ് y ബൈ y ഓഫ് y ഇസ് ഈക്വൽ ടു 1/y ഇൻറ്റു ഡി സ്ക്വയർ y ബൈ ഡി വൈ സ്ക്വയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു ഒരു കോൺസ്റ്റന്റിലേക്ക് ഇക്വേറ്റ് ചെയ്തു മൈനസ് കെ ടു സ്ക്വയർ. z ഡബിൾ ഡാഷ് ഓഫ് z ബൈ z ഓഫ് z ഇസ് ഈക്വൽ ടു 1/z ഡി സ്ക്വയർ z ബൈ ഡി z സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ത്രീ സ്ക്വയർ. ഇതിനകത്ത് നമ്മൾ 3 സെപ്പറേഷൻ കോൺസ്റ്റന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണമെങ്കിലും നെഗറ്റീവ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യത്തില്ല. ഇനി നമ്മൾ ഇവിടെ 2 എണ്ണം നെഗറ്റീവ് ആയിട്ടും ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇതിന്റെ ഈ ഒരു 3 സെപ്പറേഷൻ കോൺസ്റ്റന്റ് എടുത്തല്ലോ, 3ന്റെയും കൂടെ സമ്മ് വരുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്ക് ലാപ്ലാസ് ഇക്വേഷൻ വെച്ച് ലാപ്ലാസ് ഇക്വേഷനെ 3 സെപ്പറേറ്റ് ഓർഡിനറി ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് കെ വൺ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് അവിടെ നമ്മൾ എഴുതിയത് എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വൺ സ്ക്വയർ എന്നായിരുന്നു. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആദ്യം ഈ ഒരു ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും ഈക്വൽ ടു മൈനസ് കെ വൺ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എക്സ്. ഇതും കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് കെ വൺ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. സെയിം രീതിയിൽ ബാക്കി എഴുതി വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ പ്ലസ് കെ ടു സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0. z ഡബിൾ ഡാഷ് ഓഫ് z മൈനസ് കെ ത്രീ സ്ക്വയർ ഇൻറ്റു z ഓഫ് z ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഈ ഒരു ഇക്വേഷൻസിന്റെ ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറി. ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാവും എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് കെ വൺ എക്സ് പ്ലസ് ബി സൈൻ കെ വൺ എക്സ് വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു സി കോസ് കെ ടു വൈ പ്ലസ് ഡി സൈൻ കെ ടു വൈ ഇസഡ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു പി കോസ് എച്ച് കെ ത്രീ ഇസഡ് പ്ലസ് ക്യൂ സൈൻ എച്ച് കെ ത്രീ ഇസഡ് കെ വൺ പ്ലസ് കെ വൺ സ്ക്വയർ പ്ലസ് കെ ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ത്രീ സ്ക്വയർ. ആൻഡ് ഇതിനകത്ത് എ ബി സി ഡി പി ആൻഡ് ക്യൂ അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൗണ്ടറി കണ്ടീഷൻസും ഇനിഷ്യൽ കണ്ടീഷൻസും അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു ഫിസിക്കൽ പ്രോബ്ലം വരുമ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷൻസിന്റെ ഈ ഒരു കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്ത ഒരു തിൻ റെക്ടാങ്കുലർ മെറ്റൽ പ്ലേറ്റ് ആണ്. അതിന്റെ ലെങ്ത് വരുന്നത് L, വിഡ്ത് B. ഇത് 2 ഷീറ്റ് ഓഫ് ഇൻസുലേഷൻ ഇടയ്ക്ക്
സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഇൻസുലേഷൻ ആണ്, താഴത്തതും ഇൻസുലേഷൻ ആണ്. അതിന്റെ ഇടയ്ക്കാണ് റെക്ടാങ്കുലർ മെറ്റൽ പ്ലേറ്റ് വരുന്നത്. അതിന്റെ ലെങ്ത് വരുന്നത് L, വിഡ്ത്ത് B. ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് T0 ആണ് ടോപ്പ് എഡ്ജിൽ, T1 അറ്റ് ദ ബോട്ടം എഡ്ജ് ആൻഡ് 0°C അറ്റ് ദ ലെഫ്റ്റ് എഡ്ജ്. റൈറ്റ് എഡ്ജിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നോ ഹീറ്റ് ഫ്ലോ ഇൻ ദാറ്റ് ഡയറക്ഷൻ. പ്ലേറ്റ് തിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ Z ഡയറക്ഷനിൽ വേരിയേഷൻ ഒന്നുമില്ല. ബാക്കി ഡയറക്ഷനിൽ മാത്രം വേരിയേഷൻ അല്ല. T1 0 ആണ്, ടോപ്പിൽ T0 ആണ്, ദെൻ ബോട്ടം എഡ്ജിൽ 0°C ആണ്. ഓക്കെ, ദെൻ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ 2 ഡയമെൻഷണൽ ലാപ്ലാസ് ഇക്വേഷൻ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. 2 ഡയമെൻഷണൽ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ ടി ഓഫ് എക്സ് കോമ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ഓഫ് എക്സ് കോമ വൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. കണ്ടീഷൻ തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ എക്സ്, അതായത് എക്സിന്റെ വാല്യൂ 0 തൊട്ട് L വരെയും വൈയുടെ വാല്യൂ 0 തൊട്ട് B വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത്. T is equal to 0 ആയിരിക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ, വിട്ടിലെ ടെമ്പറേച്ചർ. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ T is equal to T1 ആൻഡ് T is equal to T0. T is equal to 0 അറ്റ് ഈ ഒരു എഡ്ജിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ടെമ്പറേച്ചറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻ ദ എക്സ് ഡയറക്ഷൻ 0 ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ എക്സ് ഡയറക്ഷൻ. കാരണം എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ആ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. T ഓഫ് 0y എന്ന് പറയുന്നത് ഈക്വൽ ടു 0. അതായത് ഈ ഒരു എഡ്ജിൽ 0°C ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ടാണ് ബൗണ്ടറി കണ്ടീഷൻ 0y ഈക്വൽ ടു 0. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും 0 തന്നെയാണ്. ദെൻ T ഓഫ് x,0 ഈ ഇവിടെ വരുമ്പോ എന്താ, T1 ആണ് ടെമ്പറേച്ചർ ഈ ഒരു റീജിയനിൽ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x,b is equal to x,b, അതായത് ഈ എഡ്ജിൽ is equal to T0. ഇവിടുത്തെ വാല്യൂ T0യും ഇവിടെ T1 ആണ് ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ യൂസ് ചെയ്യുവാണ്. 2 ഡയമെൻഷണൽ ലാപ്ലാസ് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വേണം എഴുതാൻ. T ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ പ്ലസ് ബൈ വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0. ബൗണ്ടറീസിൽ എക്സ് ഓഫ് എക്സ് വാനിഷ് ആവും. കാരണം എന്താണ്, റേഷ്യോ പോസിറ്റീവ് ആകത്തില്ല. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് എക്സ് വാനിഷ് ആയിപ്പോകും. അപ്പൊ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ആ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം. x of x is equal to a cos lambda x plus b sin lambda x. Y of y is equal to c cos lambda y cos h lambda y plus b sin h lambda y. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ a is equal to 0 ആണ്. x of x is equal to b sin lambda x. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ ന്റെ വാല്യൂ കിട്ടും 2n minus 1 into pi by 2l. Is xn of x is equal to bn sin lambda n x. ലാംഡയുടെ ഇക്വേഷൻ, ലാംഡയുടെ വാല്യൂ എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ yn of y is equal to cn cos h lambda n y plus bn sin h lambda n y. അങ്ങനെ ആകുമ്പോൾ ജനറൽ സൊല്യൂഷൻ എഴുതാലോ, പ്രോഡക്റ്റ് ആക്കി എഴുതിയാൽ മതി. എക്സിന്റെയും xn of n ന്റെയും yn of n ന്റെയും പ്രോഡക്റ്റ് ആയിട്ട് സിഗ്മ n is equal to 1 to infinity pn cos h lambda n y plus rn sin h lambda n y into sin lambda n, where pn is equal to cn dn and rn is equal to dn. നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുവാണ് pn നും rn നും കണ്ടുപിടിക്കാൻ വേണ്ടി. അറ്റ് y is equal to 0. അങ്ങനെ എഴുതുമ്പോൾ t of x0 is equal to sigma n is equal to 1 to infinity pn sin lambda n x is equal to t1. ഇതിൽ നിന്ന് pn എങ്ങനെ എഴുതാം, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും, 2/l into integral 0 to l t1 sin lambda nx dx which is equal to 4t1 by 2n minus 1 into 5. At y is equal to b യില് yക്ക് പകരം y is equal to 0യിൽ കൊടുക്കുമ്പോൾ pn ന്റെ വാല്യൂ കിട്ടി. y equal to b യിൽ കൊടുക്കുമ്പോൾ നമുക്ക് gn ന്റെ rn ന്റെ വാല്യൂ കിട്ടും. ഓക്കെ,
T of x comma b is equal to sigma n is equal to 1 to infinity Pn cos h lambda n b plus Rn sin h lambda n b into sin lambda n x which is equal to T0. T of x comma b is equal to sigma n is equal to 1 to infinity gn, അതായത് ഇത്രയും എണ്ണത്തിന് gn എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, gn sin lambda n x which is equal to T0 and gn is equal to Pn cos h lambda n b plus Rn sin h lambda n b and gn is equal to integrate ചെയ്യുമ്പോൾ 2 by L into integral 0 to L T0 sin lambda n x dx which is equal to 4 T0 to n minus 1 into pi. ഈ ഇന്റഗ്രലിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് Rn എന്താണ്ട് കിട്ടും in terms of the non coefficient gn and pn. pn ഉം gn ഉം അറിയാവുന്നതുകൊണ്ട് Rn കണ്ടുപിടിക്കാം. Rn is equal to gn minus pn into cos h lambda n b by sin h lambda n b is equal to 4 by 2n minus 1 into pi into T0 minus T1 into cos h lambda n b by sin h lambda n b. ഈ ഒരു പ്രോബ്ലത്തിന്റെ യൂണിക് സൊല്യൂഷൻ വരുന്നത് T of x, y is equal to 4 by pi into integral sigma n is equal to 1 to infinity. അത് ഇവിടെ എന്നിന്റെ ടേം ഉള്ളതുകൊണ്ട് തന്നെ സിഗ്മയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോയി 1 by 2n minus 1 T1 into cos h lambda n y plus T0 minus T1 into cos h lambda n b by sin h lambda n b. sin h lambda n y into sin lambda n into x. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ യൂണിക് സൊല്യൂഷൻ. ഫിസിക്കൽ പ്രോബ്ലം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു യൂണിക് സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. നമുക്ക് ശരിക്കും എന്താണ് ലാപ്ലാസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇത് അതിനൊരു എക്സാമ്പിൾ കൂടി നമുക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സും നോക്കാം. താങ്ക് യു.